ഇനി ഏത് പ്രായത്തിലും മുടി നരയ്ക്കത്തില്ല, എത്ര വയസ്സായാലും മുടി നരയ്ക്കത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയിട്ടുള്ള അടിപൊളി കിടക്കാറ്റ് സൂത്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, നമ്മുടെ നരച്ച മുടിയെ കട്ടക്കറുപ്പാൻ ഇത് തലയിലേക്കൊന്ന് തേച്ച് നോക്കൂ. അടിപൊളി റിസൾട്ടാണ്. ഈ ഒരു കളർ നമ്മുടെ നരച്ച മുടി പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യേണ്ട അടിപൊളി ഒരു സൂത്രമാണ് ഇത്. 3 മാസം വരെ കളർ നിലനിൽക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കുട്ടികൾക്കും, കൊച്ചു കുട്ടികൾക്കും, മുതിർന്നവർക്കും എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും തലയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതും കൂടെയാണ്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. അപ്പോൾ കണ്ടു നോക്കാം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിയാണല്ലോ അല്ലേ. ചില അരികൾക്ക് ചെറിയ സ്മെല്ല് കാണും. പക്ഷേ ഇപ്പോൾ വരുന്ന അരികൾക്കൊന്നും വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അരികളുമാണ് വരുന്നത് കേട്ടോ. ചാക്കരിയാണെങ്കിലും കുത്തരിയാണെങ്കിലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല അരിയാണ് കേട്ടോ. എനിക്ക് കിട്ടുന്നതൊക്കെ നല്ല അരിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അരി കഴുകുമ്പോൾ ഇതുപോലെ ഒരുപാട് അഴുക്ക് കാണുമെന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ കുത്തരിക്ക് ചുമന്ന കളർ പോലെ കാണും. അപ്പം നമുക്ക് കഴുകാൻ പറ്റുന്ന രീതി എല്ലാവർക്കും അറിയാതെ കല്ലുപ്പിട്ടിട്ട് നമ്മൾ അരി കഴുകുവാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചെന്ന് കഴുകുവാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ അരി കഴുകിയ വെള്ളം കളയരുത്. നമുക്ക് ഒരുപാട് 100 കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അതിലൊരു കാര്യം പറയാം. നമ്മൾ മീനൊക്കെ വെട്ടുമ്പോൾ, അതായത് മത്തി വെട്ടുമ്പോഴൊക്കെ ഉളുമ്പ് കാണും അല്ലേ. അപ്പോൾ നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ല തേച്ച് കഴുകിയൊക്കെയാണ് എടുക്കാറുള്ളത്. പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ എന്തായാലും കല്ലുപ്പിട്ടിട്ടായിരിക്കും ഇങ്ങനത്തെ ഈ അരികളൊക്കെ കഴുകിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ അരി കഴുകിയ വെള്ളത്തിൽ നമ്മൾ മീൻ കഴുകിയും കൂടി എടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് ക്ലീൻ ആകുന്നതും നമുക്ക് നല്ല രീതിയിൽ ആ ഉളുമ്പില്ലാതെ തന്നെ കറികളൊക്കെ വെച്ച് കൂട്ടാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത് അരി നല്ലപോലെ വെളുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ മീൻ്റെ ഉളുമ്പൊക്കെ പോയി മീൻ്റെ സ്മെല്ലൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് അരി ഇത് കണ്ടില്ല. ഫസ്റ്റ് ഞാൻ കഴിയുമ്പോൾ തന്നെ അരിക്ക് ഇത്രയും ചെളിയുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ്, ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഉണക്കമീനിൽ ഉപ്പും കളയാം. അപ്പോൾ അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ ഉണക്കമീൻ ഭയങ്കര ഉപ്പായിരിക്കും. ഈ പ്രഷറുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കോ ഒന്നും ഈ ഉപ്പുള്ള ഈ മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അതായത് ഉണക്കമീനൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ രീതിയിൽ തന്നെ കഴുകുകയും ചെയ്യാം. അതെങ്ങനെയാ വെച്ചാൽ ഉപ്പ് കുറയ്ക്കാനായിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പോലും ഒരുപാട് ഉപ്പൊന്നും പോകത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്നിട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് വയ്ക്കുക. തുള്ളി പോലും ഉപ്പ് കാണത്തില്ല. നമുക്ക് ആവശ്യമുള്ള ഉപ്പേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്തിട്ട് പൊരിച്ച് നോക്കൂ. നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ ഉപ്പ് കുറവുമായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പതപ്പ ഇങ്ങനെയെല്ലാം മേടിക്കല, പതപ്പ, ഇറച്ചി ഇതെല്ലാം മേടിക്കുന്നവരായിരിക്കല. അപ്പോൾ ഈ പതപ്പയൊക്കെ മേടിക്കും. പതപ്പയിൽ ഇത് കണ്ടില്ല, ഒത്തിരി അഴുക്ക് ബ്ലഡിൻ്റെ പതപ്പയിലാക്കുമ്പോൾ ഒത്തിരി ബ്ലഡിൻ്റെ അംശം കാണും. അത് നല്ലപോലെ കഴുകിയെടുക്കാനായിട്ട് ചെയ്യേണ്ട ഒരു ടിപ്പാണ്. ഒന്നും ഇതിലൊഴിക്കൊന്നും വേണ്ട, ഉപ്പോ ഒന്നും ഇടണ്ട. പകരം നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കും. ഒരു തുള്ളി പോലും ബ്ലഡിൻ്റെ മയം ഒന്നും കാണത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഇത് കറി വെച്ച് കൂട്ടാനും പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര പ്രായം ഏതായാലും എല്ലാവർക്കും വളരെ രീതിയിൽ യൂസ്ഫുള്ളാകുന്ന അടിപൊളി ടിപ്പാണ്. കുട്ടികൾക്കും എല്ലാം മുതിർന്നവർക്കും എല്ലാവർക്കും എത്ര പ്രായമുള്ളവരാണെങ്കിലും അവർക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. നരച്ച മുടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിലും താരന്, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ക്ലീൻ ആകാൻ, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ, പേന്, അതുപോലെ നമ്മുടെ ഇതൊക്കെ മാറാനും വളരെ നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു ഇല പറിച്ചൊന്ന് അരച്ചെടുക്കുക. അതായത് മൈലാഞ്ചി ഇലയിൽ ഈ കുറച്ച് സാധനം കൂടെ ചേർക്കുകയാണെങ്കിൽ എല്ലാം കൂടെ നല്ല രീതിയിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി ഇല ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കടകളിൽ, അങ്ങാടിക്കടയിൽ മൈലാഞ്ചിപ്പൊടി മേടിക്കാൻ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഒരു മൈലാഞ്ചി അരച്ചത് നമ്മുടെ കയ്യിൽ തന്നെ പൊട്ടുമ്പോൾ നല്ലപോലെ ചുമന്ന് കിട്ടും. അപ്പം നമുക്ക് മുടിയിലും എല്ലാവരും ചോദിക്കും, നരച്ച മുടി ഇതേ രീതിയിൽ ചുമക്കത്തില്ലെന്ന് ചോദിക്കുന്നവർക്ക് അങ്ങനെ ചുമക്കും. ഇത് മാത്രം യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചുമക്കും. അതായത് മൈലാഞ്ചി മാത്രം പുരട്ടുവാണെങ്കിൽ അത് ചുമന്ന് പോകും. പക്ഷെങ്കിൽ നിങ്ങൾ ഈ ഒരു സൂത്രം കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ നരച്ച മുടിയെ ഒരുപാട് ചുമക്കാതെ നല്ല ഡാർക്ക് ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. അതിനായിട്ട് ഇവിടെ ചേർക്കുന്നത് ബ്ലാക്ക് ഹെന്നയാണ്. ബ്ലാക്ക് ഹെന്നയുടെ ഹെന്ന ബേസ്ഡ് ആയിട്ടുള്ള ഹെന്നാപ്പൊടിയാണ്. അതായത് ബ്ലാക്ക് ഹെന്ന ബേസ്ഡ് ആയിട്ടുള്ള ഹെന്നാപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ കാണിച്ചു കണ്ടില്ല, അതാണത്. അപ്പോൾ നമ്മുടെ മറ്റേ കെമിക്കലുള്ള ബ്ലാക്ക് ഹെന്നയല്ല ഇത്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെന്ന ബ്ലാക്ക് കളറിലെ ഹെന്നാപ്പൊടിയാണിത് കേട്ടോ.
അത് 1 ടീസ്പൂണോളം നമ്മുടെ ഈ മൈലാഞ്ചി അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മുടി എത്ര നരച്ചോ അതിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാത്താ പൗഡറാണ്. എല്ലാവർക്കും അറിയാം കാത്താ പൗഡർ എന്താണെന്നുണ്ട്. നമ്മുടെ ഒരു മരത്തിൻ്റെ ഒരു തൊലി ചെത്തി ഉണക്കി എടുക്കുന്നത്. പണ്ട് കാലം മുതൽ മുത്തശ്ശിമാർ ഈ നരച്ച മുടി ഡൈക്ക് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ കാത്താ പൗഡർ. ഈ കാത്താ പൗഡർ ചെറിയൊരു ഒട്ടൽ പോലെയുണ്ട്, പശ പോലെയാണത്. അത് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊണ്ട് നമ്മുടെ മുടിയിൽ നല്ലപോലെ ആ കളർ പിടിക്കുമെന്ന് ഉറപ്പാണ്. അതാണ് മുത്തശ്ശിമാരൊക്കെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നീലാമ്പരി ഇങ്ങനെയൊക്കെ അലർജി ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നാച്ചുറലായിട്ട് കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. കെമിക്കലൊക്കെ മേടിച്ചിട്ട് തലയിൽ വാരി തേച്ച് പണി മേടിക്കേണ്ട കാര്യമില്ല, ഇത് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ കോഫി പൗഡറും കൂടെ ചേർത്ത്, അതായത് നമ്മുടെ ബ്ലാഹെന്ന പൊടിയും, ബ്ലാഹെന്ന എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിപ്പൊടി തന്നെയാണ്, അല്ല ബ്ലാഹെന്ന അല്ല, വേറെയല്ല, ഇത് പൊടി തന്നെയാണ്. പിന്നെ നമ്മുടെ മൈലാഞ്ചി, കോഫി പൗഡർ, പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അലോവേര ജെല്ലും കൂടെ ഇട്ട് കൊടുക്കുക. ഈ അലോവേര ജെല്ലും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരു തുള്ളി വെള്ളമോ തേയില വെള്ളമോ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം മതി. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ നമ്മൾ കാപ്പിപ്പൊടി എടുക്കാതെ നമ്മുടെ ബ്രൂ ഉണ്ടെങ്കിൽ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് മെയിൻ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം കൂടെ ഇട്ട് നമ്മുടെ അലോവേര ജെല്ലും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാവും. ഇങ്ങനെ തന്നെ ആയാൽ മതി. നല്ല സ്റ്റിക്കി രൂപത്തിൽ വേണം നമ്മുടെ ഓരോ മുടിയിൽ ഇത് സ്റ്റിക്കി ആയിട്ട് വേണം ഇരിക്കാൻ, എന്നാലേ കളർ പിടിക്കത്തുള്ളൂ. തേയില വെള്ളം, കാപ്പി വെള്ളം ഇതൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടിയാണ്. ഇതുകൂടെ ചേരുമ്പോൾ നമ്മുടെ പിന്നെ മൈലാഞ്ചി മാത്രം ഉപയോഗിക്കാൻ ഉണ്ടാകുന്ന റെഡ് ഉണ്ടല്ലോ, അത് മാറി നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ ഓരോ നരച്ച മുടിയും വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കെമിക്കലൊന്നും മേടിച്ച് അടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടൊന്നും ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾക്ക് കിട്ടത്തുമില്ല. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൂടെ പറയാൻ, ചിലർ പറയുന്ന റിസൾട്ട് കിട്ടിയില്ലല്ലോ, ഒത്തിരി കമൻറ്റ് വരാറുണ്ട്, പിന്നെ കിട്ടുന്നില്ലല്ലോ, തേച്ചിട്ട് യാതൊരു ഫലവും ഇല്ല. പക്ഷേ നിങ്ങൾ ഒറ്റ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടത്തില്ല. ഇത് തുടർച്ചയായിട്ട് എങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് എളുപ്പത്തിൽ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇടുന്ന എൻ്റെ മുടിയിൽ ഞാൻ കെമിക്കലൊന്നും മേടിച്ചടിക്കാറില്ല. എൻ്റെ ഇക്കയുടെ ഒന്നും മുടിയിലൊന്നും കെമിക്കലൊന്നും മേടിച്ചടിക്കാറില്ല. ഞങ്ങൾ നരച്ച മുടി കറുപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, നാച്ചുറലായിട്ട് തന്നെയാണ്. പിന്നെ നീലാമ്പരി നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെ വേണം. നീലാമ്പരി അലർജി ഇല്ലാത്തവരുണ്ടെങ്കിൽ നീലാമ്പരിയാണ് ഏറ്റവും ബെസ്റ്റ് മുടി കറുപ്പിക്കാം. പക്ഷേ നിങ്ങൾ മാസത്തിൽ ഹെന്ന ചെയ്തിട്ട് വേണം നിങ്ങൾ നീലാമ്പരി ആണെങ്കിലും ഇതുപോലത്തെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഹെന്നയും കൂടെ ഉൾപ്പെടുത്തിയതായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാത്രം മതി. ഈ ഒരു കളർ 3 മാസം വരെ നിലനിൽക്കും കേട്ടോ. എനിക്ക് അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയതാണ്, അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, നല്ല ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടി പിടിക്കുമെന്നും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകാൻ, മുടി പൊടിച്ചിൽ മാറാനും മുടി വളരാനൊക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് വീഡിയോസുകളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.